has given me a message to share with you this morning. ഇന്ന് പകൽക്കാലം സഭയാം ശരീരത്തോട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ദൈവം എൻ്റെ പക്കൽ ഒരു ദൂത് പരമേൽപ്പിച്ചിട്ടുണ്ട്. That may be something so interesting to you or peculiar to you or maybe something new to you. ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിരിക്കാം, ഒരുപക്ഷെ പ്രത്യേകതയുള്ളതായിരിക്കാം, രസകരമായി തോന്നിയേക്കാം. Everybody has some favorite characters in the Bible. വേദപുസ്തകത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പ്രത്യേക കഥാപാത്രങ്ങളുണ്ട്. Now if I'll ask you, you will say different names, I know that. വേദപുസ്തകത്തിൽ നിങ്ങളെ ആകർഷിച്ച, നിങ്ങളെ സ്വാധീനിച്ച വ്യക്തിത്വം ആരാണ് എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഉത്തരം വ്യത്യസ്തമായിരിക്കും. I would like to teach some important lessons from the life of Hagar. പക്ഷേ ഹാഗാറിന്റെ ജീവിതത്തിൽ നിന്നും വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ സഭയോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. You know, God was ministering through her life to me. ദൈവം എന്നെ ശുശ്രൂഷിച്ചതും എന്നോട് ഇടപെട്ടതും ഹാഗാറിന്റെ ജീവിതത്തിലൂടെയായിരുന്നു. So why people don't like her life? എന്തുകൊണ്ടാണ് ഹാഗാറിന്റെ ജീവിതത്തെ ജനങ്ങൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തത്? This morning I would like to teach you couple of certain things what the Lord asked me to teach to you. ഇന്ന് പകൽക്കാലം സഭയെ പഠിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തന്ന ചില കാര്യങ്ങൾ ഞാൻ സഭയെ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. So the title of my message will be how to turn your desert into a paradise. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എങ്ങനെ മരുഭൂമിയെ ഒരു മലർവാടിയാക്കി തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. How you can turn your desert or wilderness into a paradise. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമികളെ, ജീവിതത്തിന്റെ ഊഷരമായ അവസ്ഥകളെ ഒരു മലർവാടിയാക്കി, പൂന്തോട്ടമാക്കി, പറുദീസയാക്കി തീർക്കുവാൻ പറ്റും? Or how to handle a situation like desert in your day-to-day life. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ മരുഭൂ സമാനമായ അവസ്ഥകളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ കഴിയും? In the book of Genesis chapter 21 verses 14 through 21 we see her in a desert. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിന്റെ 14 മുതൽ 21 വരെ നാം ഹാഗാറിനെ കാണുന്നത് ഒരു മരുഭൂമിയിലാണ്. That desert was not her choice. ആ മരുഭൂമി അവൾ സ്വയം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു അനുഭവമല്ല. She never wanted to be in such a lifestyle. ഒരിക്കലും അതുപോലെയുള്ളൊരു ജീവിതാനുഭവങ്ങളിൽ എത്തപ്പെടണമെന്ന് അവൾ സ്വപ്നേബി നിരൂപിച്ചില്ല. The things that happened in her life forced her to be in that experience or in that desert. ജീവിതത്തിൽ വന്നു ഭവിച്ച സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം, സംഭവങ്ങളുടെ പരമ്പര നിമിത്തം അവൾ ഇഷ്ടപ്പെടാതെ എത്തപ്പെട്ട ഒരു സ്ഥലമാണ് ആ മരുഭൂമി. That was an unexpected call in her life. അവളുടെ ജീവിതത്തിൽ തീർത്തും നനച്ചിരിക്കാത്തൊരു നാഴികയിൽ വന്നുപെട്ട ഒരു അശനിപാതമായിരുന്നു ആ മരുഭൂമി. That was an unexpected destiny in her life. അവളുടെ ജീവിതത്തിലെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ലക്ഷ്യസ്ഥാനമായിരുന്നു. She had great dreams about her life in her younger days. അവളുടെ ജീവിതത്തിന്റെ ചെറിയ നാളുകളിൽ മറ്റെല്ലാ യുവതികളെയും പോലെ അവളും ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ചിരുന്നു. She was born and brought up in Egypt. മിസ്രയീം സാഹചര്യത്തിലായിരുന്നു അവൾ ജനിച്ചതും വളർത്തപ്പെട്ടതും. Any other girls, she had some dreams in her life also. ആ പ്രായത്തിലുള്ള മറ്റേതു സ്ത്രീകളെയും പോലെ തന്നെ അവൾക്കും അവളുടേതായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. She grew up in the Egyptian culture. മിസ്രയീം പശ്ചാത്തലത്തിലാണ് അവളുടെ യൗവനം കരുപിടിപ്പിച്ചത്. But one day, പക്ഷേ ഒരു ദിവസം she became a handmaid of Sarah. അവൾ സാറയുടെ പരിചാരികയായി മാറ്റപ്പെട്ടു. She was not sold as a slave, but she was given as a handmaid to Sarah. ഇവിടെ ഒരു കാര്യം നാം കൃത്യമായി മനസ്സിലാക്കണം. ഹാഗറിനെ ഒരു അടിമയായി വിൽക്കപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് സാറ തന്റെ പരിചാരികയായി അവളെ സ്വീകരിക്കുകയായിരുന്നു. No, it was a great opportunity in her life to be the handmaid of Sarah. സാറയുടെ ജീവിതത്തിൽ സാറയുടെ ഒരു വേലക്കാരിയായി, പരിചാരികയായി തീരുക എന്നുള്ളത് ഒരു വലിയ പദവിയായിരുന്നു. Because Abraham was a rich man at that time. കാരണം ആ കാലഘട്ടത്തിൽ, ആ തലമുറയിൽ അബ്രഹാം മഹാസമ്പന്നനായിരുന്നു. The Pharaoh really honored Abraham and was in good connection with Abraham. ആ ദേശത്ത് പാർക്കുന്ന അബ്രഹാമിനെ ഫറവോ മാനിച്ചിരുന്നു. ഉന്നതങ്ങളുമായി എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അബ്രഹാം. So Hagar, if you study the history, you can see she had such an awesome character, such a girl with much beauty. So when the King Pharaoh wanted to
honor Abraham, he gave Hagar as a gift to Sarah. അന്നത്തെ ആ മിസ്രയീമ പശ്ചാത്തലത്തിലും അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം നാം ഈ സംഭവത്തെ വീക്ഷിക്കുവാൻ. ഫറവോൻ തൻ്റെ ദേശത്ത് പാർക്കുന്ന അബ്രഹാമിനെ ബഹുമാനിക്കുവാൻ തീരുമാനിച്ചു. താൻ അബ്രഹാമിനെ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമായി അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയ്ക്ക് കൊടുത്ത ഒരു സമ്മാനമായിരുന്നു പരിചാരികയായ ഹാഗാർ. She was not a slave. You remember that she was not somebody who had been caught in captivity or bought with the price or something. No, she was given as a gift to Abraham and Sarah. ഒരു കാര്യം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു കാരണവശാലും അന്ന് നിലനിന്നിരുന്ന സംസ്കാരം പോലെ ഒരു അടിമയായി വിൽക്കപ്പെട്ടവളായിരുന്നില്ല ഹാഗാർ. മറിച്ച് അബ്രഹാമിനെ ആദരിക്കുന്നതിനുള്ള ഒരു അടയാളമായി രാജാവ് കൊടുത്തൊരു സമ്മാനമായിരുന്നു സുന്ദരിയായ ഹാഗാർ. You know, Abraham was a rich man, and the king, Abimelech acknowledged his richness and wanted to honor him. കാരണം അബിമലേക്ക് അബ്രഹാമിനെ തിരിച്ചറിയുകയും തൻ്റെ മഹത്വം വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടും ആ ദേശത്ത് അന്ന് പാർത്തിരുന്നവരിൽ ബഹുസമ്പന്നനുമായിരുന്നു അബ്രഹാം. And also she was also considered as a ransom money given to Abraham for taking Sarah to his palace. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അബിമലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് സാറയെ എടുത്തതിൻ്റെ ഒരു മറുവിലയായി രാജാവ് കൊടുത്ത ഒന്നാണ് ഹാഗാർ. So she was in such a glorious position. ഒരു കാര്യം നാം വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു പദവിയായിരുന്നു ഹാഗാറിന് ലഭിച്ചത്. So don't consider Hagar as a cheap, dirty girl lived in that community. ആ സമൂഹത്തിൽ വളരെ കുത്തഴിഞ്ഞ അശ്ലീലമായ നിലവാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാ പെൺകുട്ടിയാണ് ഹാഗാർ എന്ന് ചിന്തിക്കരുത്. She had a dignity. She was given as a gift by Abimelech to Abraham and Sarah. എല്ലാ അർത്ഥത്തിലും തികഞ്ഞ പ്രൗഢിയും അന്തസ്സോടും കൂടി ജീവിച്ചവളായിരുന്നു ഹാഗാർ. അന്നത്തെ രാജാവ് കൊടുത്തൊരു വലിയ മറുവിലയുടെ അടയാളമായിരുന്നു ഹാഗാർ. And Hagar, when she was growing, she had some great plans and dreams about her life. ജീവിതത്തിന്റെ പടവുകൾ ഓരോന്നും ചവിട്ടിക്കയറുമ്പോഴും ഹാഗാറിന്റെ ഉള്ളിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ Now ഉണ്ടായിരുന്നു. she is transplanted from her culture to the Abrahamic culture. ഇപ്പോഴോ അവൾ തൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച തൻ്റെ സംസ്കാരത്തിൽ നിന്നും വേരോടെ പിഴുതെടുത്ത് എബ്രായനായ അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് പിഴുതെറിയപ്പെട്ടു. Even in Abraham's house, she was so faithful in serving Sarah. എന്തിനധികം അബ്രഹാമിന്റെ കൂടാരത്തിനകത്തു പോലും ഹാഗാർ സാറയെ സേവിക്കുന്നതിൽ വിശ്വസ്തയായിരുന്നു. Obeyed Sarah in everything. എല്ലാത്തിലും യജമാനത്തിയെ അവൾ അനുസരിച്ചിരുന്നു. Never ever questioned Sarah. ഒരിക്കൽ പോലും യജമാനത്തിയോട് അവൾ മുഖം ഘടിപ്പിച്ച് പറഞ്ഞില്ല. So Hagar thought that she can have a wonderful life in the tents of Abraham and Sarah the rest of her life. തന്റെ ജീവിതത്തിന്റെ ശിഷ്ടനാളുകൾ മുഴുവനും അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് അവൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നു. If you truly knew the culture and the background of Hagar, none of you will hate her. ഹാഗാറിന്റെ ജീവിത പശ്ചാത്തലം നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിൽ ഒരിക്കലും നമുക്ക് ഹാഗാറിനെ നിന്ദിക്കുവാനോ പുച്ഛിക്കുവാനോ ദേഷ്യപ്പെടുവാനോ കഴിയുകയില്ല. You should also know the culture of those days, how she served her master and mistress. അന്നത്തെ കാലത്ത് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ. അവളായിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ യജമാനനോടും യജമാനത്തിയോടും 100% അവൾ വിശ്വസ്തയായിരുന്നു. After many years, the things started to turn against her. കാര്യങ്ങൾ തുടങ്ങിയ പോലെയായിരുന്നില്ല. മുൻപോട്ട് പോയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയുവാൻ ആരംഭിച്ചു. The people who loved her so much became her enemies. ഒരു കാലത്ത് നന്നായി സ്നേഹിച്ചിരുന്നവർ, അടുത്തിരുന്നവർ അവളോട് അകലുവാനും ശത്രുക്കളായി തീരുവാനും ആരംഭിച്ചു. The people who cared her so much started to hate her now. അവൾക്ക് വേണ്ടി കരുതിയിരുന്നവർ തന്നെ അവളുടെ ശത്രുക്കളായി ഭവിച്ചു. She was still in the Abraham's tents. ഇതൊക്കെ അവൾ അനുഭവിച്ചപ്പോഴും അവൾ അവിടം വിട്ടു പോയില്ലെന്ന് മാത്രമല്ല, കൂടാരത്തിനകത്തെ അന്തേവാസിയായിരുന്നു. After the baby was born to Hagar through Abraham, she thought her relationship and their bond, it will become more bond and more powerful and inseparable in the rest of her life. തന്നിലൂടെ തന്റെ യജമാനനായ അബ്രഹാമിനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ കഴിഞ്ഞപ്പോൾ താൻ തന്റെ യജമാനത്തിയുടെ കണ്ണിന് കുറെ കൂടി മാന്യതയുള്ളവളായി തീരുമെന്ന്
ഒരു വേള അവൾ വ്യാമോഹിച്ചു പോയി. She thought the bond will become stronger and stronger now. അവൾ ചിന്തിച്ചു പോയി, യജമാനത്തിയുമായുള്ള ഈ ബന്ധം കുറെ കൂടി സുദൃഢമായി തീരുമെന്ന് അവൾ ചിന്തിച്ചു പോയി. She thought that Abraham will never leave her nor forsake her. അവൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല യജമാനൻ തന്നെ വെറും കൈയോടെ ഇറക്കി വിടുമെന്ന്. But things turned against her. പക്ഷേ കാര്യങ്ങൾ അവൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായി ഭവിച്ചു. Now Isaac was born. ഇപ്പോൾ ആ കൂടാരത്തിൽ ഒരു ഇസഹാക്ക് പിറന്നു. And Hagar and Ishmael became an enemy and a troublemakers in the house now. ആ കൂടാരത്തിനകത്ത് ജീവിച്ചു പോന്നിരുന്ന ഇസ്മയേലിന്റെ അമ്മയായ ഹാഗാറും സാറയുടെ കണ്ണിന് അനഭിമതരായി തീർന്നു. And in chapter 21 verse 14 we read like this. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14 തൊട്ട് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Early the next morning Abraham took some food and a skin of water and gave them to Hagar. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. He set them on her shoulders and sent them her off with the boy. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. She went on her way and wandered in the desert of Beersheba. അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. Her life ended in a desert. അവളുടെ ജീവിതം മരുഭൂമിയിൽ അവസാനിക്കത്തക്ക നിലവാരത്തിൽ ജീവിതത്തിൽ അവൾ പതറിപ്പോയി. The one who was living like a queen all these days, now quite unexpected things happen in her life. Now she is in desert. കൂടാരത്തിനകത്ത് ഒരു രാജ്ഞി കണക്കെ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന അവളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ മരുഭൂമിയിലേക്ക് നടക്കേണ്ടുന്ന ഗതികേടിലകപ്പെട്ടു. If you look into the wealth of Abraham and Sarai, അബ്രഹാമിന്റെയും സാറായുടെയും അധീനതയിലുള്ള സമ്പത്തിന്റെ അളവൊന്ന് നാം ഗണിച്ചു നോക്കിയാൽ, and the soldiers that Abraham is training in his house, തന്റെ ഭവനത്തിനകത്ത് താൻ വളർത്തിയെടുത്ത അഭ്യാസികളായ പുരുഷന്മാരുടെ നിലവാരം നാം നോക്കിയാൽ, he enjoyed a very glorious life in the house of a tent of Abraham. അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ഹാഗാർ ചെലവഴിച്ചത് ഒന്നിനും കുറവില്ലാത്തവളായിട്ടായിരുന്നു. But all of a sudden on a fine morning she became a helpless woman. പക്ഷേ നനച്ചിരിക്കാത്ത നാഴികയിൽ ഒരു സുപ്രഭാതത്തിൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. നിസ്സഹായയായ ഒരു അനാഥയായി, ഒരു പരദേശിയായി അവൾ മാറ്റപ്പെട്ടു. She became a woman who lost her husband. സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു വിധവയ്ക്ക് സമാനമായ പരദേശിയായി അവൾ മാറി. She became a woman with a child, a single mother woman. ഒരു കുഞ്ഞിനെയും പോറ്റി വളർത്തേണ്ടുന്ന ഒരു ഗതികേടിൽ ഒരു അമ്മ എത്തപ്പെട്ടുവോ അതിന് തുല്യമായി ഹാഗാറും എത്തപ്പെട്ടു. She became a woman who lost her job in that community. ആ സമൂഹത്തിൽ തനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അവൾ എത്തപ്പെട്ടു. She became a woman who lost her dignity and chastity. അവൾക്കുണ്ടായിരുന്ന ആ പ്രൗഢിയും അന്തസ്സും ആഭിജാത്യവും എല്ലാം ഒരു ദിവസം കൊണ്ട് അവൾക്ക് കൈമോശം വന്നുപോയി. She became a woman who was exploited and cheated by her master. തന്റെ യജമാനന്റെ സൗകര്യത്തിനും സന്തോഷത്തിനും താല്പര്യത്തിനും വേണ്ടി അങ്ങേയറ്റം ചൂഷണം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയായി അവൾ മാറ്റപ്പെട്ടു. She became a woman who was betrayed by another woman. മറ്റൊരു സ്ത്രീയാൽ നിഷ്കരുണം വഞ്ചിക്കപ്പെട്ട ഒരുവളായി അവൾ മാറ്റപ്പെട്ടു. She became a woman who lost all her dreams and passions in her life. തന്റെ ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും കൊഴിഞ്ഞു വീഴപ്പെട്ടു. ജീവിതത്തോടുണ്ടായിരുന്ന വല്ലാത്തൊരു ആർത്തി പോലും അവൾക്ക് നഷ്ടപ്പെട്ടു. She became a woman who became helpless all of a sudden. കണ്ടു തുറക്കുന്ന വേഗതയിൽ ജീവിതത്തിലെല്ലാം കൈവിട്ടുപോയ ഒരു നിസ്സഹായയായ സ്ത്രീയായി അവൾ മാറി. She became a woman who lost every resources in her life. തന്റെ ജീവിതത്തിൽ തന്നെ പോറ്റുമെന്ന് അവൾ കരുതിയ സകല വിഭവങ്ങളുടെയും ഉറവ ഒരു നിമിഷം കൊണ്ട് അടയപ്പെട്ടു. She became a woman in a desperate foreign land. വളരെ നിരാശാജനകമായ ഒരു അന്യദേശത്ത് അവൾ എത്തപ്പെട്ടു. And now ഇപ്പോഴോ she is in the desert. അവൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മരുഭൂമിയുടെ മധ്യത്തിലായിരിക്കുന്നു. You should remember all these things what I said about her now. അവളുടെ ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളണം. She had a high position and a reputable situation and a position in her homeland.
തൻ്റെ മാതൃരാജ്യത്ത് അന്ന് ആ പ്രായത്തിലുള്ള ഒരു യുവതിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മാന്യതയും അന്തസ്സും ആഭിജാത്യവും അവൾക്കുണ്ടായിരുന്നു. When King Abimelech wanted to give a ransom, she is the one who has been chosen among the young women in her community. ആ ദേശം ഭരിച്ചിരുന്ന രാജാവായ അബിമേലെക്ക് ഒരു മറുവിലയായി തനിക്ക് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ വേണ്ടി തപ്പിയപ്പോൾ, തിരഞ്ഞപ്പോൾ കണ്ണുകൾ ഉടക്കി നിന്നത് ഈ സൗന്ദര്യധാമമായ ഹാഗാറിലായിരുന്നു. But now, പക്ഷെ ഇപ്പോഴോ all of a sudden, വളരെ പെട്ടെന്ന്, quite unexpectedly, തീർത്തും നനച്ചിരിക്കാത്ത നാഴികയിൽ her hands became so empty. അവളുടെ കൈകൾ ശൂന്യമായി തീർന്നു. Her reputation, she lost her reputation. ഒരു കാലത്ത് ജീവിതത്തെ അലങ്കരിച്ചിരുന്ന സകല മാന്യതയും വീട് വിട്ടിറങ്ങിപ്പോയി. Exploited by her master. തൻ്റെ യജമാനനാൽ ചൂഷണം ചെയ്യപ്പെട്ടു. Exploited by her own mistress. തൻ്റെ യജമാനത്തിയുടെ കണ്ണിന് നിന്നതയായി എന്ന് മാത്രമല്ല, അവളും ചൂഷണം ചെയ്തു. Now thrown out of her house where she built all her dreams all these days. തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ നട്ട് നനച്ച് വളർത്തിയെടുത്തത് എവിടെയാണോ അവിടെ നിന്നും അവളെ വേരോടെ പിഴുതെറിഞ്ഞു. She was thrown into the desert. മരുഭൂമിയിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. What will you do? How will you handle if something happens in your life as it happened to Hagar? ഇതുപോലൊന്ന് ഒട്ടും നനച്ചിരിക്കാത്ത നാഴികയിൽ നിങ്ങളുടെ ഒരൊറ്റ സ്വപ്നത്തിൽ പോലും കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഇത്രയും തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? How are you going to handle the crisis? How are you going to handle the desert that you are in right now? എങ്ങനെയാണ് ജീവിതത്തിൽ തലപൊക്കി വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? എങ്ങനെയാണ് ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ എത്തപ്പെടുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? Did she decide to commit suicide? ആ അവസ്ഥയിൽ മനംനൊന്ത് നിങ്ങൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമോ? Did Hagar thought about suicide? ഹാഗാർ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിരുന്നുവെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ, the story would have been end right over there. അവിടം കൊണ്ട് അവളുടെ കഥ വേദപുസ്തകം അവസാനിപ്പിച്ചേനെ. Let me tell you something. ഞാനൊരു കാര്യം പറയട്ടെ. Unexpected terrible things may happen in your life at any time. ഏതു സമയത്തും വിളിക്കാത്ത അതിഥിയെ പോലെ ജീവിതത്തിൽ ദുരന്തങ്ങൾ കടന്നു വരാം. Something you never expected, something you never even dreamed. ഒരിക്കലും ചിന്തിക്കാത്ത ഒന്ന് നാം നനച്ചിരിക്കാത്ത നാഴികയിലും നനച്ചിരിക്കാത്ത വേളയിലും ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാം. Your close friends may become your enemies. ഏറ്റവും പറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞവർ നിങ്ങളുടെ ശത്രുക്കളായി തീരാം. The people who may have to carry you may throw you away. ഇന്നുവരെയും നിങ്ങളെ കരുതിയവർ ഒരു കല്ല് കണക്കെ നിങ്ങളെ വലിച്ചെറിഞ്ഞേക്കാം. Maybe they may destroy your reputation. ഒരുപക്ഷെ നിങ്ങളുടെ അന്തസ്സിന് പോലും അവർ കളങ്കം ചാർത്തിയേക്കാം. You may be all alone in the just of your journey. നിന്റെ ജീവിതയാത്രയിൽ ഒരു നിഴലിന് പോലും ആരെയും കിട്ടാതെ വണ്ണം നീ ഒറ്റയ്ക്കായിരിക്കും. Nobody to help you, nobody to talk to you, nobody to comfort you and counsel you. ആ ജീവിതയാത്രയിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ആശ്ലേഷിക്കുവാൻ, നിന്നോട് കൂടെ നടക്കുവാൻ, നിന്നോട് സംസാരിക്കുവാൻ പോലും ഒരു വ്യക്തിയെ നീ കണ്ടെന്നു വരികയില്ല. There are so many people around us who face such obstacles and crises in their life. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നാം കണ്ണോടിച്ച് നോക്കിയാൽ, കണ്ണു തുറന്നു നോക്കിയാൽ ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. You can see a lot of Hagar around you. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് ഹാഗാറുമാരെ കാണുവാൻ നമുക്ക് കഴിയും. Maybe you may be asking, but I don't see any Hagar around my neighborhood. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, എൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു ഹാഗാറിനെയും ഞാൻ കാണുന്നില്ലല്ലോ പാസ്റ്ററെ എന്ന്. You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? Your eyes are not opened. കാരണം കാണേണ്ടുന്ന വണ്ണം നിന്റെ കണ്ണുകളെ നീ ഇതുവരെയും തുറന്നിട്ടില്ല. You have become so selfish in your life. That's why you don't see any Hagar around your neighborhood. നിന്റെ ചുറ്റുപാടും ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഹാഗാറിനെ കാണുവാൻ നിനക്ക് കഴിയാത്തതിന്റെ കാരണം നിന്റെ സ്വാർത്ഥതയിൽ മാത്രമായിരിക്കുന്ന നിന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു. There are thousands of Hagars around us in our community. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും ഇതുപോലുള്ള അനേകം ഹാഗാർമാരുണ്ടെന്ന് മറക്കരുത്. Who struggle with their problems and who struggle with the issues they face. അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന വിഷയങ്ങളുമായി മല്ലുപിടിക്കുന്ന ഒരുപാട് ഹാഗാറുമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്.
The life of Hagar teaches us some very important lessons. ഹാഗാറിന്റെ ജീവിതം നമ്മളോട് പറഞ്ഞു തരുന്നത് വാക്കും ഭാഷണവും കൂടാതെ ഒരുപാട് വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. How to handle a crisis in your life. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്ഷണിക്കാത്ത അതിഥിയെ പോലെ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? She never expected this in her life. ഇങ്ങനെയൊന്ന് അവൾ ഒരിക്കലും തന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിരൂപിച്ചില്ല. Especially from a God-fearing man called Abraham. വിശേഷാൽ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പിൽക്കാലത്ത് സാക്ഷ്യം പ്രാപിച്ച ദൈവഭയമുള്ള തന്റെ യജമാനനായ അബ്രഹാമിൽ നിന്ന്. Maybe sometimes it may happen. ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, എത്ര വിശുദ്ധനാണെന്ന് തോന്നിയാലും ചിലപ്പോഴൊക്കെ ഒരു പതർച്ച ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം. Maybe God may allow these things to happen in your life so that he can be your God. ഒരു പക്ഷേ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നിന്നെ അനുവദിച്ചതായിരിക്കാം. അതിന്റെ മറുപുറം കേട്ടുകൊള്ളുക, ദൈവം വിശ്വസ്തനാണെന്ന് നിനക്ക് ഏറ്റുപറയുവാൻ തക്കവണ്ണം നിന്നെ അത്തരം ഒരു അനുഭവത്തിലൂടെ ദൈവം കടത്തിവിട്ടേക്കാം. This morning I would like to teach you something, how to handle a crisis that comes in our life as an unexpected guest. ഇന്ന് പകൽക്കാലം വിളിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ ജീവിതത്തിൽ തലപൊക്കി നോക്കുന്ന ചില പ്രതിസന്ധികളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. Everyone has problems like that. ഒരു കാര്യം മറക്കരുത്, സൂര്യന് കീഴിൽ പ്രശ്നങ്ങളില്ലാത്തൊരു മനുഷ്യനുമില്ല. Everybody has to face problems like this. എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു വിഷയത്തിന് മുൻപിൽ നിന്നേ പറ്റൂ. Everybody has to face the problems in their life which they never expected. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളുടെ മുമ്പിൽ പരിഭ്രമിച്ചു പോകുന്ന ദിനരാത്രങ്ങൾ നമ്മളിൽ എല്ലാവരും അഭിമുഖീകരിച്ചേ ഒക്കൂ. Let's look into the life of Hagar. How did she handle this situation? അത്തരമൊരു അവസ്ഥയെ ഹാഗാർ, നമുക്കൊന്നും അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലാത്ത ഹാഗാർ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് പഠിക്കാം. Number 1. അതിലൊന്നാമത്തെ കാരണം, she accepted the crisis. അവൾ കണ്ണുമടച്ചിരുട്ടാക്കിയില്ല. പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്നവൾ അംഗീകരിച്ചു. She accepted the crisis and the problems that she has to face. താനിപ്പോൾ ആയിരിക്കുന്ന ആ അവസ്ഥയെ, ആ പ്രതിസന്ധിയെ, ആ വല്ലാത്ത ദുരന്തത്തെ അവൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. The first step to handle a crisis in your life is accept the crisis as എന്നെ crisis. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രതിസന്ധിയെ ഏറ്റവും തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഉപാധി പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുക. Accept the crisis as crisis. പ്രതിസന്ധിയെ പ്രതിസന്ധിയായി ജീവിതത്തിൽ ഏറ്റെടുത്ത് If അംഗീകരിക്കുക. you have a problem, accept it as a problem. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പ്രശ്നമുണ്ട് എന്ന് തന്നെ പ്രശ്നമായി കണ്ടുകൊണ്ട് അംഗീകരിക്കുക. Don't laugh at it and try to ignore it. അത് ചിരിച്ച് തള്ളി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുവാൻ പരിശ്രമിക്കരുത്. Don't try to avoid it. അതിനെ ഒഴിവാക്കുവാൻ പരിശ്രമിക്കരുത്. Accept the problem as problem. പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നത്തെ പ്രശ്നമായി സ്വീകരിക്കുക. That is the first thing she did. ഹാഗാർ ചെയ്ത ആദ്യത്തെ ഉപാധി അതായിരുന്നു. She didn't start to fight back to Abraham. തിരിച്ചു ചെന്ന് യജമാനോട് പോരാടാനൊന്നും അവൾ She മെനക്കെട്ടില്ല. didn't try to fight back to Sarah. തന്റെ യജമാനത്തിയോട് എന്നാൽ ഒരു വഴി കാണിച്ചു തരാമെന്നൊന്നും അവൾ പറഞ്ഞില്ല. She accepted the problem as problem. ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രശ്നത്തെ പ്രശ്നമായി കണ്ടുകൊണ്ട് അവൾ അംഗീകരിച്ചു. This morning, that's what God wants from many of you. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പലരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ജീവിതത്തിലെ പ്രശ്നത്തെ പ്രശ്നമാണ് എന്ന് അറിഞ്ഞ് അംഗീകരിച്ച് ഏറ്റെടുത്തുകൊള്ളുക. If you have a problem, accept it as a problem. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മൂടി വെക്കാൻ നിൽക്കരുത്. പ്രശ്നത്തെ പ്രശ്നമായി ഏറ്റെടുക്കുക. Secondly, രണ്ടാമതായി, don't run away from the problem, face the problem. പ്രശ്നത്തിൽ നിന്നും ഓടി അകലുകയല്ല വേണ്ടത്, പ്രശ്നത്തെ മുഖാമുഖം നേരിടുക. She decided to face the problem. ഹാഗാർ അതാണ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓടി അകലുകയല്ല അവൾ ചെയ്തത്, പ്രശ്നത്തെ മുഖാമുഖം നേരിട്ടു. First, she accepted that there is a problem over here, so I know that I have to accept it, and now I have to face it. ആദ്യമായി അവൾ ജീവിതത്തിൽ തലപൊക്കിയ പ്രശ്നത്തെ പ്രശ്നമായി തന്നെ കണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിച്ചു. രണ്ടാമതായി അവൾ അതിനെ നേരിടുവാൻ ഉറച്ചു. She decided to face it. അവൾ അതിനെ നേരിടുവാൻ ഉറച്ചു. Not to fight against it.
അതിനെതിരായി പോരാടുകയല്ല അവൾ ചെയ്തത്. She decided to face it. എന്തു വില കൊടുത്തും ഞാൻ ഇതിനെ നേരിടുമെന്ന് അവൾ ഉറച്ചു. I am going to live through it. ഞാൻ ഇതിലൂടെ തന്നെ ജീവിച്ചു കാണിക്കും. I am going to face it and live through it. ഞാൻ ഇതിനെ തന്റെ ഇടത്തോടെ നേരിടും, തലയെടുപ്പോടെ ഞാൻ ഇതിലൂടെ നടന്നു നീങ്ങും. That's what she did. അതാണ് അവൾ അക്ഷരാർത്ഥത്തിൽ She ചെയ്തത്. received the water and the food that Abraham gave, and she walked away. When he put her away, she walked away. 14-ാമത്തെ വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും അവൾക്ക് കൊടുത്തപ്പോൾ അവൾ അത് സ്വീകരിച്ചു. ആ പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, ആ മരുഭൂമിയിലേക്ക് അവൾ നടക്കുവാൻ ആരംഭിച്ചു. She took the bread and the water and she decided to live with it, face the rest of her life, face the crisis in the coming days. യജമാനൻ കൊടുത്ത അപ്പവും ഒരു തുരുത്തി വെള്ളവും വാങ്ങിച്ച് അവൾ ആത്മഹത്യ ചെയ്യാനല്ല പോയത്. പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നത്തെ തൻ്റെ ഇടത്തോടെ നേരിടുവാൻ അവൾ തീരുമാനിച്ചു. She took it. യജമാനൻ കൊടുത്തത് അവൾ ഇരുകരം നീട്ടി സ്വീകരിച്ചു. Decided something in her heart. ഉള്ളിൽ അവൾ ഒരു കാര്യം തീരുമാനിച്ചുറച്ചിരുന്നു. I am going to live through this crisis. ഞാൻ ഈ പ്രതിസന്ധിയിലൂടെ നടന്ന് ജീവിച്ചു കാണിക്കും. Because the Bible says, കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, even though you walk through the valley of shadow of death, I am with you. ദൈവത്തിന്റെ വചനം ഒരു കാര്യം നമുക്ക് ഉറപ്പു തരുന്നു. മരണം മണക്കുന്ന താഴ്വരയിലൂടെ ജീവിതത്തിന്റെ ഏതെങ്കിലും നാളുകളിൽ നടക്കേണ്ടി വന്നാലും നീ ഭയപ്പെടേണ്ട, കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. I am going to walk through this valley. അതുകൊണ്ട് തന്നെ അവൾ ഉറച്ചു, ഈ താഴ്വരയിലൂടെ ഞാൻ നടക്കുവാൻ തീരുമാനിച്ചു. I am going to walk through this valley of divorce and rejection. ഈ തള്ളപ്പെടലിന്റെയും ഈ വിവാഹമോചനത്തിന്റെയും ഈ വല്ലാത്ത പ്രതിസന്ധിയുടെ താഴ്വരയിലൂടെ നടക്കുവാൻ അവൾ തീരുമാനിച്ചു. I am going to walk through this valley. ഞാൻ ഈ താഴ്വരയിലൂടെ നടക്കുവാൻ പോകുകയാണ്. The third step you have to do, she did. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാം കൈക്കൊള്ളേണ്ടുന്ന, എന്നാൽ നമുക്ക് മുൻപേ അവൾ സ്വീകരിച്ച മൂന്നാമത്തെ ഉപാധി, she explored her crisis. അവൾ തൻ്റെ പ്രതിസന്ധിയെ ഉള്ള അളവിൽ പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സുവെച്ചു. After walking out of the Abraham's tent, അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം and entering into the wilderness, ഒട്ടും സുഖകരമല്ലാത്ത മരുഭൂമിയിലേക്ക് കാലുകൾ എടുത്തു വെച്ചപ്പോൾ she started to explore the crisis. What is all about? What is this? എന്താണ് ജീവിതത്തിൽ വന്നു ഭവിച്ച ഈ പ്രതിസന്ധി? എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? അവൾ അതിനെ അറിയാൻ ആരംഭിച്ചു. She started to examine her life. തന്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി അവൾ ശോധന ചെയ്യുവാൻ ആരംഭിച്ചു. You know, that's what it says. She wandered in the desert. അതിന്റെ വേറൊരു പദപ്രയോഗമാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. അവൾ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. When you wander, you think exactly what happened. ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നാം അലഞ്ഞു നടക്കുന്നൊരു അനുഭവം വരുമ്പോൾ അതിനർത്ഥം ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രതിസന്ധിയുടെ ആഴത്തെ നാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. Wandering doesn't mean you have a destiny to go. അലഞ്ഞു തിരിയുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ചെന്നെത്തുവാനുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. But there is something in your mind that you're thinking about. That's why you cannot make any decision. That's why you cannot find a destiny. That's why you cannot make a clear-cut decision. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ലക്ഷ്യം ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന, അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങും ഇങ്ങും എത്താതെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴന്നു നടക്കുന്ന ഒരവസ്ഥ. She studied her problem. തൻ്റെ പ്രശ്നത്തെ അവൾ പഠിക്കുവാൻ ആരംഭിച്ചു. She is wandering in the wilderness thinking about what exactly happened in her life. ആ വലിയ മരുഭൂമിയിൽ അവൾ അലഞ്ഞു നടന്നപ്പോൾ ഒരു കാര്യം മാത്രമായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിത് വന്നു ഭവിച്ചത്? ഇതിന്റെ മൂലകാരണം എന്താണ്? Where am I now? ഇപ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നു? Why this happened to me? എന്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു? Examine your problems. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രശ്നങ്ങളെ സ്വയമായി വിലയിരുത്തുക. Examine where you are right now. നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിശകലനം നടത്തുക. As she was walking, അവൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ she didn't leave her child. ആ നടത്തത്തിൽ തൻ്റെ കുഞ്ഞിനെ അവൾ കൈവിട്ടില്ല. She walked with her crisis. ആ പ്രതിസന്ധിയിൽ തന്നോട് കൂടെയുള്ള മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൾ നടന്നത്. This is not something that you can put somewhere and walk away freely. ഇത്
തൻ്റെ കൂടെയുള്ള കുഞ്ഞിനെ വേറെ എവിടേക്കെങ്കിലും ഉപേക്ഷിച്ച് തൻ്റെ ഇഷ്ടം പോലെ നടക്കുവാൻ പറ്റിയ ഒരു അവസരമായിരുന്നില്ല ഹാഗാറിനെ സംബന്ധിച്ച ആ പ്രതിസന്ധി. Because her crisis is such a great crisis that she cannot hand over this crisis to anybody. കാരണം മറ്റാരെ കൊണ്ടും ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റാത്തവണ്ണം അത്രയും ഭീകരമായിരുന്നു അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. There is great pain and shame in her heart. അവളുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത നിന്ദയും അപമാനവും വേദനയും ഉണ്ടായിരുന്നു. And there is a boy walking with her. കാരണം അവളോട് ചേർന്ന് നടക്കുന്ന ഒരു ബാലകനുണ്ട്. And you know, she is getting a lot of questions from Ishmael at this time. കാരണം നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഒരു അവസ്ഥയിൽ, ആ ഒരു കൂടാരത്തിൽ നിന്നും ഇറക്കപ്പെട്ട അവസ്ഥയിൽ അമ്മയോട് ചോദിക്കുവാൻ മകൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. A lot of questions Ishmael is asking to Hagar. ഹാഗാറിനോട് ചോദിക്കുവാൻ ഒന്നിനു പിറകെ ഒന്നായി മലവെള്ളപ്പാച്ചിൽ പോലെ ഈ മകന്റെ പക്കൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. Why did daddy do like this? എന്തുകൊണ്ടാണ് നമ്മുടെ അപ്പൻ ഇങ്ങനെ ചെയ്തത്? Why did he chase us away from our tent? എന്തുകൊണ്ടാണ് നാം സ്വസ്ഥമായി ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നും നമ്മെ പിതാവ് പുറത്താക്കിയത്? Mama, why are we in the desert? അമ്മ, എന്തുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ നമ്മൾ ഉഴന്നു നടക്കുവാൻ ഇടവന്നത്? When are we going to go back to our father's house? അമ്മേ, നമുക്ക് നമ്മുടെ പിതാവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെയോ? There is no answers for these questions. ഈ ചോദ്യങ്ങൾക്കൊന്നും അമ്മയുടെ പക്കൽ ഉത്തരമില്ല. Only the tears coming out of the eyes of Hagar. വാക്കുകൾ വഴിമുട്ടിയപ്പോൾ ഹാഗാറിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കുടുകുടാവു ഒലിച്ചിറങ്ങുവാൻ ആരംഭിച്ചു. I can see her face in my imagination. എന്റെ ഭാവനയിൽ ആ നിസ്സഹായയായ അമ്മയുടെ കണ്ണുകളിൽ ഒഴുകുന്ന കണ്ണുനീർ എനിക്ക് കാണുവാൻ കഴിയും. Maybe many times Hagar might have told Ishmael, would you be silent for a while? പലപ്പോഴും ആ മരുഭൂ യാത്രയിൽ ഹാഗാർ ഈ മകനോട് പറഞ്ഞിരിക്കും, നിനക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ എന്ന്. Can you be silent for a while? അല്പസമയം നീ എന്നെ ഒന്ന് സ്വസ്ഥയായി വിടാമോ മകനെ എന്ന് നിരവധി തവണ ഒരു പക്ഷേ ഈ അമ്മ ചോദിച്ചിരിക്കാം. Maybe he may be silent for 2 minutes and again will ask the same question. 2 നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഈ മകൻ അതേ ചോദ്യം തന്നെ ആവർത്തിച്ചിരിക്കും. How will you handle a situation like that? അങ്ങനെ ഒരു പരിതസ്ഥിതിയെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? Now she is entering into the next level of her crisis. തന്റെ പ്രതിസന്ധിയുടെ മൂന്നാമത്തെ പടവുകളിൽ ഹാഗാർ എത്തപ്പെട്ടിരിക്കുന്നു. All the resources given by her husband are over now. കൂടാരത്തിൽ നിന്നും പുറത്താക്കുമ്പോൾ ഭർത്താവ് കൊടുത്തുവിട്ട ഉപജീവനത്തിന് ആവശ്യമായ സകലതും അവസാനിച്ചു. Till that moment there was something to look for, something to connect herself with her husband. അതുവരെയും അവൾക്ക് അവളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവുമായി തന്നെ ബന്ധിപ്പിക്കുന്ന ചിലത് കാണാൻ കഴിഞ്ഞിരുന്നു, ചിലത് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു, ചിലത് കഴിക്കാൻ കഴിഞ്ഞിരുന്നു. Maybe sometimes I thought like that. Maybe she might have thought that maybe Abraham will come in search of me and take us back to home. ആ ഒരു വലിയ നിസ്സഹായതയുടെ മധ്യത്തിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, അവൾ ഒരു പക്ഷേ ഇങ്ങനെ കരുതി കാണും, 1-2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ തിരഞ്ഞു വന്ന് ഈ അവസ്ഥയിൽ നിന്നും എന്നെ മടക്കി കൊണ്ടുപോകും. Maybe she might have turned back many times to see whether Abraham is coming or calling the name of Hagar or name of Ishmael, come back. പലപ്പോഴും അവൾ ചിന്തിച്ചു പോയിരിക്കും, തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെയും തൻ്റെ മകനെയും മാടി വിളിക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി അവൾ നിരവധി തവണ ഒരു പക്ഷേ പുറംതിരിഞ്ഞു നോക്കിയിരിക്കും. Maybe many times she felt as if Abraham is calling, and he might have turned back to see, is it Abraham or not? പലപ്പോഴും അബ്രഹാം വിളിക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവൾ പുറംതിരിഞ്ഞു നോക്കിയിരിക്കാം, ഒരു പക്ഷേ അത് അബ്രഹാം ആയിരിക്കുമോ. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവൾ അങ്ങനെ ഭാവന ചെയ്തിരിക്കും. All the resources are over. അന്നുവരെയും അവളെ ജീവനോടെ നിലനിർത്തിയിരുന്ന സകലതും അവസാനിച്ചു. Everything that connected her, that brought the thoughts of Abraham are over now. തൻ്റെ ഭർത്താവിനെ കുറിച്ച് തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന ഭർത്താവിൻ്റെ ഓർമ്മകൾ, തനിക്ക് ഓരോ നിമിഷവും സമ്മാനിച്ചിരുന്ന അപ്പവും ഒരു തുരുത്തി വെള്ളവും അത് അവസാനിച്ചു കഴിഞ്ഞു. Even that is over. അതുപോലും അവസാനിച്ചു കഴിഞ്ഞു. All her expectations and hopes are over. അവളുടെ സകല പ്രതീക്ഷകളും തന്നെ മടക്കി വന്ന് വിളിച്ചു കൊണ്ടുപോകും തൻ്റെ ഭർത്താവ് എന്നുള്ള ആ സകല പ്രതീക്ഷകളും അവൾക്ക് കൈമോശം വന്നു. All the connections she had with her husband are over. തൻ്റെ ഭർത്താവുമായി ആ നിമിഷം വരെ തന്നെ ബന്ധപ്പെടുത്തിയിരുന്ന അവസാനത്തെ അടയാളവും അപ്രത്യക്ഷമായി. The wilderness seems to be a real wilderness now.
ഒരു കാര്യം അവൾ കൃത്യമായി ജീവിതത്തിൽ അടയാളപ്പെടുത്തി. ഇത് എൻ്റെ മുമ്പിൽ പരന്നു കിടക്കുന്ന ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളുടെ മരുഭൂമിയാണ്. Wilderness is a place with no food, no companies, no water. ഒരു സങ്കേതവും ഒരു സഖിത്വവും ഒരു തരത്തിലുള്ള വെള്ളവും ഒരു തരത്തിലുള്ള പച്ചപ്പും കണി കാണുവാൻ പോലും പറ്റാത്തിടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. Wilderness has become real wilderness to her now. അവളുടെ ജീവിതത്തിൽ അവൾക്ക് അനുഭവിക്കാവുന്ന എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ഒരു മരുഭൂമിയുടെ ചൂടേറിയ അനുഭവം അവൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആരംഭിച്ചു. മരുഭൂമിയായ അവൾക്ക് തോന്നി തുടങ്ങി. Till then she didn't feel the hardness of the wilderness. അതുവരെ ആ മരുഭൂമിയുടെ കാഠിന്യം ഇത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. Because she had water to drink. കാരണം പിടിച്ചു നിൽക്കാൻ അവളുടെ പക്കൽ തുരുത്തിയിൽ വെള്ളമുണ്ടായിരുന്നു. She had food to eat. കാരണം അവളുടെ മടിശീലയിൽ അപ്പമുണ്ടായിരുന്നു. Now everything is over. ഇപ്പോൾ എല്ലാം അവസാനിച്ചു. Wilderness has become true wilderness. മരുഭൂമി അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയായി തന്നെ അവൾക്ക് അനുഭവപ്പെടാൻ ആരംഭിച്ചു. How are you going to handle this situation? ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത്? What did she do? എന്താണ് അവൾ ചെയ്തത്? She turned to the Lord. ആ ഒരു അവസ്ഥയിൽ അവൾ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. She sought the face of the Lord. കർത്താവിന്റെ തിരുമുഖം അവൾ അന്വേഷിച്ചു. She prayed unto God. അവൾ കർത്താവിനോട് ഇങ്ങനെയാണ് അപേക്ഷിച്ചത്. We don't know what she prayed. നമുക്കറിയില്ല എന്തായിരുന്നു ആ മരുഭൂമിയുടെ മധ്യത്തിൽ അവൾ പ്രാർത്ഥിച്ചതെന്ന്. The Bible says. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, She sobbed. She sobbed. അവൾ ദൈവത്തെ അന്വേഷിച്ചു എന്ന്. Verse 16 says she began to sob. അവൾ ഉറക്കെ കരഞ്ഞു. To whom? ആരോട്? Not to her son. തൻ്റെ മകനോടല്ല കേട്ടോ. Not to Abraham. തന്നെ ഇറക്കിവിട്ട ഭർത്താവിനോടല്ല. Not to Sarah. തന്നെ ഇറക്കിവിട്ട യജമാനത്തിയോടല്ല. There is nobody around her. കാരണം അവരാരും ഇപ്പോൾ ചുറ്റുപാടുമില്ല. She is crying to God. ഒരമ്പിൻപാട് ദൂരത്ത് മാറി നിന്ന് അവൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു. When you are in wilderness, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിങ്ങൾ എത്തപ്പെടുമ്പോൾ, when there is nobody around you, നിന്റെ ചുറ്റുപാടും ആരും നിന്നെ സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, when you are cheated and exploited, മറ്റുള്ളവർ നിന്നെ പറ്റിക്കുമ്പോൾ, മറ്റുള്ളവരാൽ നീ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, when all the resources are over, ജീവിതത്തിന്റെ സകല വിഭവങ്ങളും വറ്റി വരണ്ടു പോകുമ്പോൾ, Hagar teaches us a big lesson. ആ ഒരു വലിയ പരിതസ്ഥിതിയിൽ നമുക്ക് മുമ്പേ നടന്നു പറഞ്ഞ ഹാഗാർ നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. Seek the face of the Lord. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊള്ളുക. Seek the face of the Lord. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Seek the face of the Lord. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Seek the face of the Lord. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. The psalmist say like this. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പാടിയത്, I will lift my eyes unto the mountains. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. From where shall my help come? എവിടെ നിന്നും എന്റെ സഹായം വരുന്നുവോ ആ പർവ്വതത്തിലേക്ക്. My help cometh from the Creator God. ഈ ഭൂമിയെ ഉളവാക്കിയ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തും. When you are all alone in the wilderness, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിങ്ങൾ ഒറ്റയ്ക്കകപ്പെടുമ്പോൾ, when the wilderness becomes a real wilderness in your life, ജീവിതത്തിൽ മരുഭൂമിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങുമ്പോൾ, only God can help you over there. ആ ഒരു അവസ്ഥയിൽ ദൈവത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുള്ളൂ. This is a great spiritual lesson over here. ഇവിടെ ഹാഗാർ നമ്മെ വലിയൊരു ആത്മീക സത്യം പഠിപ്പിക്കുകയാണ്. Cry unto God. ദൈവത്തോട് കരയുക. Cry unto God. ദൈവത്തോട് കരയുക. Cry unto God. ദൈവത്തോട് നിലവിളിക്കുക. Cry unto God. ദൈവത്തോട് ഉറക്കെ കരയുക. Cry unto God. ദൈവത്തോട് കരയുക. How do we know that she cried unto God? നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയും ഹാഗാർ കരഞ്ഞത് ദൈവത്തോടായിരുന്നു എന്ന്? Verse 17 says, 17ാമത്തെ വാക്യം പറയുന്നു, God called Hagar. ദൈവം ഹാഗാറിനെ വിളിച്ചു. God called Hagar. ദൈവം ഹാഗാറിനെ വിളിച്ചു. When you are in a wilderness, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ, when you go through a problem, പ്രശ്നത്തിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ, when there is no one around you to hear your cry, നിന്റെ കരച്ചിലിന് ചെവി കൊടുക്കുവാൻ ഒരൊറ്റ മനുഷ്യനും ഇല്ലാതിരിക്കുമ്പോൾ, there is one closer to you. നിന്നോട് പറ്റി നിൽക്കുന്ന ഒരു
ഒരുത്തനുണ്ടെന്ന് മറക്കരുത്. The unseen presence of God is around you. അതേ, നിന്നെ ചുറ്റി നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നീ മറക്കരുത്. And when you cry to God, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ He will answer to you. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. So Hagar teaches us when you are in a wilderness, when you have to face a wilderness. ഹാഗാർ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിന്റെ മരുഭൂമികളിൽ നാം എത്തപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം കുരുങ്ങി കിടക്കുമ്പോൾ, Seek the face of God. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. All alone. ഒറ്റയ്ക്കാകുമ്പോൾ, All alone. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, All alone. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ Seek the face of God. ദൈവമുഖത്തേക്ക് നോക്കുക. Take everyone away from your life. ജീവിതത്തിലുള്ള സകലത്തെയും മാറ്റിവെക്കുക. Even your children, keep them away. എന്തിനധികം നീ നൊന്ത് പ്രസവിച്ച മകനാണോ, മകനെയും അല്പനേരത്തേക്ക് മാറ്റിവെക്കുക. Seek the face of God. എന്നിട്ട് ദൈവമുഖത്തേക്ക് നോക്കുക. Seek the face of God. ദൈവമുഖത്തേക്ക് നോക്കുക. And then അതിനുശേഷമുണ്ടല്ലോ, listen what God says. ദൈവം പറയുന്നതിന് ചെവി കൊടുക്കുക. Listen what God says. ദൈവം എന്തു പറയുന്നു എന്ന് ശ്രദ്ധ വെച്ച് Many കേൾക്കുക. people seek the face of God. അനേകർ ദൈവമുഖം അന്വേഷിക്കുന്നവരായിട്ടുണ്ട്. Many people cry unto God. ദൈവത്തോട് നിലവിളിക്കുന്നവരുടെ എണ്ണം നിരവധിയാണ്. But they don't listen what God says. പക്ഷെ അവർക്കൊക്കെ പറ്റുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് ദൈവം പറയുന്നത് അവർ ശ്രദ്ധ വെച്ച് കേൾക്കുന്നില്ല. Hagar tells us here. ഇവിടെ ഹാഗാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. Listen to the voice of God. ദൈവ ശബ്ദത്തിന് ശ്രദ്ധ വെച്ച് ചെവി കൊടുക്കുക. Listen to the voice of God. കർത്താവ് എന്തു പറയുന്നുവെന്ന് ശ്രദ്ധയോടെ കേൾക്കുക. God has an answer to you. നിന്നോട് പറയുവാൻ കൃത്യമായ ഉത്തരം ആ അരുളപ്പാടിലുണ്ട്. God has a word for you. നിന്നോട് പറയുവാനുള്ള ഒന്ന് ആ അരുളപ്പാടിനകത്തുണ്ട്. God has an answer for your problem. നിന്റെ വിഷയത്തിന് കൃത്യമായ മറുപടി ആ ശബ്ദത്തിനകത്തുണ്ട്. Listen the voice of God. അതുകൊണ്ട് ദൈവ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുക. And then അതിനുശേഷം obey the voice of God. കേട്ടതിനെ ജീവിതം കൊണ്ട് അനുസരിക്കുക. Obey the word of God. ആ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക. Oh, that's what Hagar said. അതാണ് ഹാഗാർ അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. When Hagar cried unto God, ദൈവത്തോട് ഹാഗാർ നിലവിളിച്ചപ്പോൾ the angel of God called to Hagar from heaven സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനെ വിളിച്ചു. and said to her, അവളോട് ഇങ്ങനെയാണ് പ്രതിവചിച്ചത്. spoke to her, അവളോട് ഇങ്ങനെ പറഞ്ഞു, what's the matter, Hagar? ഹാഗാറെ, നിനക്ക് ഇവിടെ എന്ത്? What's the matter, Hagar? നിനക്ക് ഈ മരുഭൂമിയിൽ എന്ത്? Why? What's your problem? എന്താണ് നിന്റെ പ്രശ്നം? Do not be afraid. ഒരിക്കലും നീ ഭയപ്പെടരുത് കേട്ടോ. Lift up the boy and take him by your hand. നീ നിന്റെ മകനെ കൈയിലെടുത്ത് യാത്ര തുടരുക. I will make him a big nation. ഞാൻ അവനെ ഒരു വലിയ രാജ്യമാക്കി തീർക്കും. And give him some water to drink. അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുക. Dear brothers and dear sisters, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര every സഹോദരി, time you cry to God, ദൈവത്തോട് നിങ്ങൾ നിലവിളിക്കുന്ന എല്ലാ every സമയത്തും, time you pray to God, ദൈവത്തോട് യാചിക്കുന്ന എല്ലാ God നിമിഷങ്ങളിലും has a word into your life. നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പക്കൽ അരുളപ്പാടുകളുണ്ട്. God has a word for you. നിനക്ക് വേണ്ടിയുള്ള അരുളപ്പാടുകൾ ദൈവത്തിന്റെ പക്കലുണ്ട്. God has a word for you. നിനക്ക് വേണ്ടിയുള്ള അരുളപ്പാടുകൾ He ദൈവത്തിന്റെ wants പക്കലുണ്ട്. to speak to you. നിന്നോട് സംസാരിക്കുന്നവനാണ് ഈ ദൈവം. Listen the voice of God. പക്ഷെ നീ ശ്രദ്ധയോടെ അത് കേൾക്കണം. Listen the voice of God. നീ അത് ശ്രദ്ധയോടെ കേൾക്കണം. And obey the voice of God. കേട്ടത് കൃത്യമായി അനുസരിക്കണം. And obey the voice of God. ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരിക്കണം. And finally, അവസാനമായി walk out of your desert. നിന്റെ മരുഭൂമി വിട്ട് നീ യാത്ര തുടരണം. Walk out of your crisis. നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു കടക്കണം. Walk out of your crisis. നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു God കടക്കണം. doesn't want you be in this crisis anymore. നീ ആ പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want you to die in this crisis. ആ പ്രതിസന്ധിയിൽ നീ ഒടുങ്ങണമെന്നല്ല ദൈവം God ആഗ്രഹിക്കുന്നത്. doesn't want to be destroyed in that crisis. അവിടെ നീ നശിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want you be to destroy in this desert. ഈ മരുഭൂമിയിൽ നീ പട്ടുപോകണമെന്നല്ല ദൈവം He ആഗ്രഹിക്കുന്നത്. has a way out for you. അതിൽ നിന്നും പുറത്തു കടക്കുവാൻ ഒരു വഴി ദൈവത്തിന്റെ പക്കലുണ്ട്. He has a way out for you. നിനക്ക് വേണ്ടി ഒരു വഴി ദൈവത്തിന്റെ പക്കലുണ്ട്. He wants to change your desert into a beautiful garden. നിന്റെ മരുഭൂമിയെ ഒരു മലർവാടിയാക്കുന്ന വിധത്തിൽ പദ്ധതി ദൈവത്തിന്റെ പക്കലുണ്ട്. He wants to turn the desert into a paradise. നിനക്ക് ഈ മരുഭൂമിയെ ഒരു പരദീസയാക്കി മാറ്റുവാൻ കഴിയും. He wants to turn your desert into a paradise. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമിയെ മലർവാടിയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. That's what in the book of Isaiah we read 35. അതാണ് യേശയ്യാ പ്രവചനം 35 നമ്മൾ വായിച്ചത്. In verse 1 and 2 we read like this. 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് God അതാണ്. wants to turn your
desert into a paradise. ദൈവം നിന്റെ മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുവാൻ If ആഗ്രഹിക്കുന്നു. you are willing to pray and hear His voice and obey His voice, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നത് നീ ശ്രദ്ധ വെച്ച് കേൾക്കുകയും അവണ്ണം നീ അനുസരിക്കുകയും വേണം. your desert and pasture land will be glad. അങ്ങനെയെങ്കിൽ നിന്റെ മരുഭൂമികളും പാഴ്നിലങ്ങളും ഫലം തരുന്ന അനുഭവം The പുറപ്പെടുവിക്കും. wilderness will rejoice and blossom. നിന്റെ മരുഭൂമികൾ കൊട്ടിഘോഷിക്കുന്ന അനുഭവത്തിൽ എത്തപ്പെടും. Your wilderness will rejoice and blossom like the crocus. It will burst into bloom. It will rejoice greatly and shout for joy. The glory of Lebanon will be given to it. The splendor of Carmel and Sharon. They all will see the glory of the Lord and the splendor of the Lord through you. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. വിജനപ്രദേശം ഉല്ലസിക്കും. പനിനീർ പുഷ്പം പോലെ അത് പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോനിന്റെ മഹത്വവും കർമേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. The Hagar who are crying in the wilderness മരുഭൂമിയിൽ വാവിട്ട് നിലവിളിച്ച ഹാഗാർ is dancing in the wilderness now. ദൈവവുമായി ഒരു മുഖാമുഖം വന്നപ്പോൾ ഇപ്പോൾ അവൾ മരുഭൂമിയിൽ നൃത്തം ചവിട്ടുകയാണ്. She is dancing in the wilderness. അവൾ തന്റെ ജീവിതത്തിന്റെ മരുഭൂമിയിൽ നൃത്തം ചവിട്ടുകയാണ്. Her crisis became the platform to dance for the Lord and glory to the name of God. അവളുടെ വിലാപങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കാനുമുള്ള അരങ്ങുകളായി പ്രതലങ്ങളായി ദൈവം മാറ്റിയെടുത്തു. This morning prophetically the Lord speaks into your life. ഇന്ന് പകൽക്കാലം ദൈവം പ്രവചനാത്മാവിൽ നിങ്ങളിലോട് കൃത്യമായി ഇടപെട്ട് സംസാരിക്കുകയാണ്. Your wilderness is going to turn into the paradise. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികൾ ആർത്തുല്ലസിക്കുന്ന പർദീസകളാക്കി ദൈവം മാറ്റുവാൻ പോകുന്നു. Your tears are going to be changed into dances. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കുവാൻ പോകുന്നു. The enemy is going to look into your life and be ashamed. ശത്രുവായവൻ നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തെ നോക്കി ആഘോഷത്തെ നോക്കി അവൻ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ പോകുന്നു. Turn your desert into paradise. പ്രിയപ്പെട്ടവരെ, ഈ കേട്ടതിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ മരുഭൂമികളെ മലർവാടികളാക്കി മാറ്റുക. Every desert God wants to turn into a paradise. എല്ലാ മരുഭൂമികളും ഒന്നൊഴിയാതെ ദൈവത്തിന്റെ ഉദ്യാനമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Your tears will turn into dance. നിന്റെ കണ്ണുനീരുണ്ടല്ലോ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ദൈവം പിന്നത്തേതിൽ നിന്നെ നൃത്തം ചവിട്ടിക്കും. Your shame will turn into the glory. ജീവിതത്തിൽ അനുഭവിച്ച നിന്നയെ ദൈവം ഉരുട്ടി മാറ്റി ദൈവത്തിന്റെ മഹത്വം ഉടുപ്പിക്കും. This morning prophetically I declare over the church. ഇന്ന് പകൽക്കാലം പ്രവചനാത്മാവിൽ ഞാൻ സഭയോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ. I bless this church. ഞാൻ ഈ സഭയെ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. I bless you this morning. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. Your desert are going to turn into a paradise. നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമികൾ താമസം വിന മലർവാടികളാക്കി മാറുവാൻ പോകുന്നു. Your desert is going to turn into a paradise. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികളെ ദൈവം പർദീസയാക്കി മാറ്റുന്നു. Because God is on your side. കാരണം ദൈവം നിന്റെ പക്ഷത്തുണ്ട്. He has heard your cry this morning. നിന്റെ കരച്ചിലിനെ ദൈവം കേട്ടിരിക്കുന്നു. He wants you to rejoice and dance in the same place where you cried and sobbed. എവിടെ നീ കരഞ്ഞു നിലവിളിച്ചുവോ, എവിടെ നീ നിന്നുകൊണ്ട് മുഖം താഴ്ത്തപ്പെട്ടുവോ, അതേ സ്ഥലത്ത് തന്നെ നീ നൃത്തം ചവിട്ടണമെന്ന്, നീ സന്തോഷിക്കണമെന്ന്, നീ ആർപ്പിടണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Where you cried to God in great tears, God wants you to dance over there. എവിടെ നിന്റെ കണ്ണുനീർ നിലത്ത് വീണ് നീ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ, എവിടെ നീ ദൈവമുഖത്തേക്ക് നോക്കി കണ്ണുനീർ ചൊരിഞ്ഞോ, അവിടെ തന്നെ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കത്തക്ക നിലവാരത്തിൽ, ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കത്തക്ക നിലവാരത്തിൽ, ദൈവത്തിന്റെ പോഷിപ്പും സൂക്ഷിപ്പും അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. When you walk out, tell to yourself, നീ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീ നിന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. my desert is going to bloom. എന്റെ ഈ മരുഭൂമി ഉണ്ടല്ലോ, ഒരു നാൾ അത് പൂത്ത് തളിർക്കുക തന്നെ ചെയ്യും. My desert is going to bloom. എന്റെ മരുഭൂമി ഒരു നാൾ പൂത്ത് തളിർക്കും. My wilderness will rejoice with എന്റെ മരുഭൂമി ഒരു നാൾ
ഉയർത്ത് ഉണർന്ന് ഉല്ലസിച്ചാഘോഷിക്കും. I'm going to dance in this desert. എവിടെ ഞാൻ തള്ളപ്പെട്ടോ, എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ, അവിടെ തന്നെ ഞാൻ ദൈവമഹത്വത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ആരാധിക്കും. In the next few weeks you will see somebody dancing in the church because God has turned their deserts into paradise. പ്രിയ സഹോദരങ്ങളെ, അടുത്ത ചില ആഴ്ചകൾക്കുള്ളിൽ ദൈവം തങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമിയെ മലർവാടിയാക്കി തീർത്ത നന്ദി കൊണ്ട്, ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് ഒരുപാട് പേർ ദൈവസന്നിധിയിൽ ആനന്ദിച്ച നൃത്തത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾ കാണും. You will see some people mourning today going to dance in the coming days. ഇന്ന് വിലപിക്കുന്ന അനേകർ വരും നാളുകളിൽ തിരുസന്നിധിയിൽ ആനന്ദത്തോടെ നൃത്തം ചെയ്യുന്നത് നിങ്ങൾ കാണും. Hallelujah. 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 It's a prophetic word into your life. നിങ്ങളുടെ ജീവിതത്തോടുള്ള ദൈവത്തിന്റെ പ്രവചന സൂക്തമാവിത്. This is a prophetic word. ഇത് ദൈവത്തിന്റെ പ്രവചന ശബ്ദമാണ്. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കും. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുന്നു. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കും. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കും. It is going to happen. അങ്ങനെ തന്നെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. Now I know how to handle the deserts and turn into a paradise. കർത്താവേ, ഇപ്പോൾ ഞാൻ ഒന്നറിയുന്നു, ജീവിതത്തിൻ്റെ മരുഭൂമികളെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ മലർവാടിയാക്കി മാറ്റാമെന്ന്. I'm not going to mourn anymore. ഇനി ഇല്ലല്ല, ഇനി ഞാൻ കരഞ്ഞ് നിലവിളിക്കുകയില്ല. I'm not going to cry and make devil happy. ഇനി പിശാച് സന്തോഷിക്കത്തക്കവണ്ണം ഈ വിഷയത്തെ പ്രതി ഞാൻ കരയുന്ന പ്രശ്നമില്ല. I'm going to dance. കാരണം ഞാൻ സന്തോഷിച്ചാർക്കുവാൻ പോവുകയാണ്. Dance in faith. ഞാൻ വിശ്വാസത്തിൽ നൃത്തച്ചുവടുകൾ ചവിട്ടുകയാണ്. Dance in faith. വിശ്വാസത്തിൽ ഞാൻ നൃത്തം വെക്കുകയാണ്. Because I know what God is going to do for me. കാരണം ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ടറിയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന്. I have the blueprint of what God is going to do for me. ദൈവം എനിക്ക് ചെയ്യാൻ പോകുന്നതിന്റെ രൂപരേഖ വിശ്വാസ കണ്ണുകളാൽ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. I have the blueprint of the blessings that God is going to give to me. ദൈവം എൻ്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നതിന്റെ ഒരു രേഖാചിത്രം എൻ്റെ കൈകളിൽ ഇപ്പോഴേ ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. Shall we lift up our hands വിശുദ്ധ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? and thank God for His word. ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങയുടെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. Thank you for your promises. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. Thank you for your glorious word this morning. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് പറഞ്ഞ മഹത്വമേറിയ അരുളപ്പാടുകൾക്കായി സ്തോത്രം. We love to be in the desert so that we can dance without being noticed by anybody. നാം നമ്മുടെ മരുഭൂമിയിലായിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. കാരണം നാളെ പ്രവർത്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ഇന്ന് നമ്മൾ നൃത്തം ചെയ്യുവാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ.